ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് മൺചട്ടി മഴക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കഞ്ഞിവെള്ളം വെച്ചിട്ട് മഴക്കിയെടുക്കുന്നതും ചായപ്പൊടി വെച്ചിട്ട് മഴക്കിയെടുക്കുന്നതും കാണിക്കുന്നുണ്ട്. വളരെ ഈസിയായ മെത്തേഡാണ് കേട്ടോ അത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ അവിടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് മൺപാത്രങ്ങൾ മഴക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം ഈ ചട്ടി നല്ലതുപോലെ ഒന്ന് കേക്ക് വൃത്തിയാക്കിയെടുക്കണം. ചട്ടികളെല്ലാം ഞാനിവിടെ കേക്ക് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചട്ടി നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ചട്ടി സ്റ്റൗവിലേക്ക് മാറ്റി കഞ്ഞിവെള്ളം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് വറ്റിച്ചെടുക്കൊന്നും വേണ്ട, കുറച്ച് സമയം അങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. കഞ്ഞിവെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഈ കഞ്ഞിവെള്ളം ചട്ടിയിൽ നിന്ന് മാറ്റാതെ ഒരു ദിവസം ഫുള്ളായി ഇങ്ങനെ വെച്ച് നിൽക്കുകയാണെങ്കിൽ ചട്ടിക്ക് ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി ഈ കഞ്ഞിവെള്ളം ചട്ടിയിൽ നിന്ന് മാറ്റിക്കൊടുത്ത് ചട്ടി നല്ലതുപോലെ ഒന്ന് കേക്ക് വൃത്തിയാക്കിയെടുക്കുക. ചട്ടി ഇപ്പോൾ നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ചട്ടിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ എണ്ണ തേച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം വെച്ച് മഴക്കിയെടുത്ത് ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി വെച്ച് എങ്ങനെയാണ് ചട്ടി മഴക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു മൺചട്ടിയിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ തേയില ചേർത്ത് കൊടുത്തു. തേയില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം കുറച്ചധികം സമയം തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സമയം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സമയം നല്ലതുപോലെ തിളച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നല്ലതുപോലെ ചട്ടി ഒന്ന് കേക്ക് വൃത്തിയാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തും നേരത്തെ ചെയ്തെടുത്തതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ നല്ലതുപോലെ മഴക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.